നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പലരും എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കൂടെ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു ഉടായ്പ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ ഒരുപാട് ഉടായ്പ നടക്കുന്നുണ്ട്. ഇത് ജെന്യൂൻ കേസാണ്. മൂപ്പാ നീ എന്തായാലും പോയി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചോട്ട് തന്നെ പറയൂ കേട്ടോ. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിൽ 10-35 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ബിസിനസ് ആയിരുന്നു. സ്പെയർ പാർട്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. സ്പോൺസർ അവിടെ എന്തോ കേസിൽ പിടിപെട്ടിട്ട് ആ കട തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് ഒരു 2-3 കോടി രൂപ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വീടിൻ്റെ ലോൺ 2017 എടുത്ത ലോണാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പേരാവൂരിൽ നിന്ന് എടുത്ത ലോണാണ്. അതിപ്പോൾ ഒരു 86 ലക്ഷം രൂപ ലോണ് ഇപ്പം തിരിച്ചടയ്ക്കണം. അതിപ്പം ജപ്തിയായി. 8,000 കൂപ്പൺ അത്ര മതി. അതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ഡ്രോ ചെയ്യും. എന്ന് വെച്ചാൽ വേറെ 2-3 പ്രൈസും കൊടുക്കേണ്ടതാണല്ലോ. സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് താർ ജീപ്പ്, തേർഡ് പ്രൈസ് ഒരു മാരുതിയുടെ സെല്ലറിയോ കാറ്, ഫോർത്ത് പ്രൈസ് ഒരു ബുള്ളറ്റ്. ഞാനും പ്രവാസിയായിരുന്നു 6 വർഷം. ജോയിച്ചേട്ടനും അതുപോലെ ഒരുപാട് വർഷം പ്രവാസിയായിരുന്നു. ഒരുപാട് പേർക്ക് വീടെല്ലാം വെച്ച് കൊടുത്തൊരു മനുഷ്യനാണ് ഞാൻ. പുള്ളിക്ക് ഒരുപാട് അന്വേഷണം ഇങ്ങോട്ട് കയറി വന്നത്. അപ്പം നമ്മൾ പ്രവാസികൾ ഒരു 3500 കൂപ്പൺ, അതായത് നാട്ടിലുള്ളവരും പ്രവാസികളൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 3500 കൂപ്പൺ, ഒരു കൂപ്പൺ 1500 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 3500 എന്നുള്ള ടാർഗറ്റ് എത്രയും പെട്ടെന്ന് അടിക്കാൻ പറ്റും. കാരണം നമ്മൾ കോടികൾ മുടക്കി നമ്മൾ സൗദിയിൽ നിന്ന് ഒരാളെ റിലീസിന് വേണ്ടി ഇറക്കിയ ഒരു ടീമിൽ പെട്ട ഒരാളാണ് ഞാൻ. അന്നൊക്കെ നമുക്ക് എന്താ പറയുക, ഒരുപാട് സഹായങ്ങൾ പുറത്തുനിന്നും അകത്തുനിന്നും വന്നിട്ടുണ്ട്. നമ്മൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3500 കൂപ്പണുള്ള കാര്യം എത്രയും പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ടിക്കറ്റ് എടുക്കുന്നവർക്ക് എല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ, എല്ലാവർക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നിങ്ങളെ, അതിനുശേഷം ഒരു ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് എല്ലാം കൂടെ അയച്ചു കൊടുക്കും. അതിൽ ജോയിൻ ചെയ്തു. അപ്പൊ എല്ലാവർക്കും പിന്നെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ തന്നെ അറിയിക്കും. അപ്പൊ നമ്മള് ഏകദേശം ഒരു ഓഗസ്റ്റ് 31-ാം തീയതി എടുക്കാനാണ് പ്ലാൻ. എല്ലാവരോടും സഹകരിച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തേനാക്കുന്നില്ല, നമ്മൾ അത് ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓഗസ്റ്റ് 31. നിലവിൽ ഓഗസ്റ്റ് 31 നമുക്കൊരു ടിക്കറ്റ് നറുക്കെടുപ്പ്. അന്ന് ഞാനും ഉണ്ടാവും ഇവിടെ. ഒരു ലൈവ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എല്ലാം ലൈവായിട്ട് നമ്മളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികളുടെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സ്ഥലത്തെ അവരെല്ലാം ക്ഷണിക്കും ഞാൻ. എല്ലാവരുടെ സാന്നിധ്യത്തിൽ സുതാര്യമായ രീതിയിലായിരിക്കും പുള്ളിക്കാരന്റെ ഭാര്യയ്ക്കും കൂടെ സുഖമില്ലാണ്ട് കിടക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു ഫുള്ളായിട്ട് ലോക്കായി പോയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വീട് പുള്ളി ഇങ്ങനെ നറുക്കെടുപ്പിലൂടെ, അത് ബാങ്ക് കൊണ്ടുപോയതിനെക്കാട്ടും നല്ലത് ഒരു മനുഷ്യന് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഒട്ടുമിക്ക എല്ലാ ന്യൂസ് ചാനലും, നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ന്യൂസ് ചാനലും, 24 ന്യൂസ്, നമ്മുടെ നാട്ടിലെ ലോക്കൽ ചാനലുകൾ എല്ലാത്തിലും ഈ കേസ് വന്നിട്ടുണ്ട്. ജെന്യൂൻ കേസായതുകൊണ്ടാണ് ഈ ന്യൂസ് ചാനൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിച്ചേക്കുന്നത് കേട്ടോ.